So hello guys, welcome back to our channel CTech. So നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ KTU CSE S4ന്റെ അതായത് COA നമ്മൾ മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്തായിരുന്നു. മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചത് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ഓഫ് അൺസൈൻഡ് നമ്പേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ അതിന്റെ മെയിൻ കോൺസെപ്റ്റ്സ് ആണ് തുടങ്ങാൻ പോകുന്നത്. സോ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് അൺസൈൻഡ് നമ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ബൂത്ത് അൽഗോരിതം പഠിക്കാൻ പറ്റും. സോ നമ്മൾ ഇന്ന് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് COAയുടെ മൊഡ്യൂൾ 3 വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ബൂത്ത് അൽഗോരിതം. സോ ബൂത്ത് അൽഗോരിതം ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബൂത്ത് അൽഗോരിതം എന്താണെന്ന് ചോദിക്കാം, അതിൻ്റെ അൽഗോരിതം സ്റ്റെപ്സ് എഴുതാൻ ചോദിക്കാം, അതുപോലെ ബൂത്ത് അൽഗോരിതത്തിൻ്റെ ഒരു 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ചോദിക്കാം. 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം യൂസിങ് ബൂത്ത് അൽഗോരിതം ചോദിക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ ബൂത്ത് അൽഗോരിതത്തിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്, എങ്ങനെയാണ് ബൂത്ത് അൽഗോരിതം ചെയ്യുന്നതെന്നും അതിൻ്റെ എന്താണ് ബൂത്ത് അൽഗോരിതം എന്നും അതിൻ്റെ സ്റ്റെപ്സും പിന്നെ ബൂത്ത് അൽഗോരിതത്തിൻ്റെ ഫ്ലോ ചാർട്ടുമാണ് ഇന്നത്തെ വീഡിയോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഈ ചാനൽ ഫോളോ ചെയ്യുകയും കൂടി വേണം. ഓക്കെ, സോ ലെറ്റ്സ് മൂവിങ് ഓൺ ടു ദ വീഡിയോ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇറ്റ്സ് ബൂത്ത് അൽഗോരിതം. സോ ബൂത്ത് അൽഗോരിതത്തിന്റെ അൽഗോരിതം ഫ്ലോ ചാർട്ടാണ് ഈ കാണുന്നത്. ഈ സൈഡിൽ കാണിക്കുന്ന അൽഗോരിതം, ഇത് ഫ്ലോ ചാർട്ട്. രണ്ടും സിമ്പിൾ ആണ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ അത് നമുക്ക് എഴുതാൻ പറ്റും. അൽഗോരിതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതാൻ അറിയാമല്ലോ. ഫ്ലോ ചാർട്ടും അതേപോലെ തന്നെയാണ്. ചില കണ്ടീഷൻസ് മാത്രമേ ബൂത്ത് അൽഗോരിതത്തിൽ പറയുന്നുള്ളൂ. അത് പഠിച്ച് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഇത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബൂത്ത് അൽഗോരിതം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫ്ലോ ചാർട്ടും അതിന്റെ സ്റ്റെപ്സും എഴുതിയാൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഇനിഷ്യൽ കമാൻഡ് വരികയാണ്. സോ അപ്പോൾ നമുക്ക് ഒരു മൾട്ടിപ്ലൈ ചെയ്യാൻ 2 നമ്പേഴ്സ്, അതായത് 9 into 4 ആയാലും 7 into 3 ആയാലും മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാണും? ഒരു മൾട്ടിപ്ലിക്കൻറ്റും കാണും, മൾട്ടിപ്ലയറും കാണും. ഈ മൾട്ടിപ്ലിക്കൻറ്റിനെ BR സ്റ്റോർ ചെയ്യും. സോ നമ്മൾ ബൂത്ത് അൽഗോരിതത്തിൽ BR എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കൻറ്റിനെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് എന്തോന്ന്? മൾട്ടിപ്ലിക്കൻറ്റ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് BR. അതേപോലെ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ QR സ്റ്റോർ ചെയ്യും. മൾട്ടിപ്ലയർ എവിടെ സ്റ്റോർ ചെയ്യും? QR, മൾട്ടിപ്ലിക്കൻറ്റ് BR. ഇനി വരുന്ന കണ്ടീഷൻ നോക്കിക്കോ. AC എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റർ, അറിയാലോ. AC നമ്മൾ ആദ്യം 0യിൽ ഇനിഷ്യലൈസ് ചെയ്യും. ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് AC നമ്മൾ എന്തിൽ ഇനിഷ്യലൈസ് ചെയ്യും? 0യിൽ. അതേപോലെ QN+1 0യിൽ ഇനിഷ്യൽ ചെയ്യും. അതേപോലെ SC എന്താണ്? സീക്വൻസ് കൗണ്ടർ. സീക്വൻസ് കൗണ്ടർ നമ്മൾ എത്രയിൽ ഇനിഷ്യലൈസ് ചെയ്യും? Nൽ. അതിൽ N നമ്പർ ഓഫ് സ്റ്റെപ്സ്, Nലായിരിക്കും ഇനിഷ്യലൈസ് ചെയ്യണം. ഓക്കെ, ഇത്രയും സ്റ്റെപ്പ് മനസ്സിലായോ? ആദ്യം നമ്മുടെ മൾട്ടിപ്ലിക്കൻറ്റ് BRലും മൾട്ടിപ്ലയർ QR പ്ലേസ് ചെയ്യും. എന്നിട്ട് നമ്മുടെ കണ്ടീഷൻ എന്തുവാ? അക്യുമുലേറ്റർ 0യിലും. ഇനിഷ്യലൈസേഷനിൽ ഫസ്റ്റ് അക്യുമുലേറ്റർ 0യിലും QN+1 0യിലും അതേപോലെ സീക്വൻസ് കൗണ്ടർ SC എന്തിലും ഇനിഷ്യലൈസ് ചെയ്യും? Nലും ഇനിഷ്യലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലായിരിക്കും. ഓക്കെ, ദെൻ നമ്മുടെ കണ്ടീഷൻ വന്നിട്ട് QN-ഉം QN+1 കൊടുത്തിട്ടുണ്ട്. QN+1 0, QN+1 0 1, ഇങ്ങനെ 2 കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് QN10 ആണെങ്കിൽ ഇവിടെ നടക്കുന്നത് സബ്ട്രാക്ഷനും, QN+1 0 1 ആണെങ്കിൽ അവിടെ നടക്കുന്നത് എന്തായിരിക്കും? അഡീഷനും ആയിരിക്കും. ഒന്നുകൂടി പറയാം, QN-ന്റെ വാല്യൂ 10 ആണെങ്കിൽ എൻ്റെ നടക്കുന്നത് സബ്ട്രാക്ഷനും, QN+1 0 1 ആണെങ്കിൽ അവിടെ നടക്കുന്ന അഡീഷനും ആയിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. AC is equal to AC plus B bar plus 1 എന്നും AC equal to AC plus B bar. ഇതാണ് എൻ്റെ കണ്ടീഷൻ. ഓക്കെ, ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ആരോ പോകുന്നത് എങ്ങോട്ടായിരിക്കും? ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഇതിൻ്റെ എല്ലാ ആൻസർ ബാക്കി എങ്ങോട്ടൊരു അരിത്തമെറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ, അതാണ് ഈ കാണിക്കുന്നത്. ASHR, അരിത്തമെറ്റിക് ഷിഫ്റ്റ് റൈറ്റ് AC എന്നാണ് ASHR. അത് ചെയ്യണം. എന്നാൽ ഒരു ബിറ്റ് അരിത്തമെറ്റിക് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക, അതാണ് ASHR മീൻസ്. അതേപോലെ എന്ത് ചെയ്യണം? നമ്മുടെ സീക്വൻസ് കൗണ്ടർ N വെച്ചില്ലേ, അതിന്റെ വാല്യൂ എന്ത് ചെയ്യണം? 1 by 1 ആയിട്ട് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ ഡിക്രിമെന്റ് ചെയ്യണം. ഇതാണ്, ഇത്രയും സ്റ്റെപ്പാണ് നമ്മുടെ ഒരു ബൂത്ത് അൽഗോരിതത്തിലുള്ളത്. വെരി സിമ്പിൾ സ്റ്റെപ്പാണ്. കണ്ടീഷനും എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എപ്പോഴൊക്കെ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം, അതൊക്കെ മാത്രം ഓർത്താൽ മതി. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവും. സോ ഫ്ലോ ചാർട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയായിരിക്കണം ഫ്ലോ ചാർട്ട് വരയ്ക്കേണ്ടത്. ഫസ്റ്റ് എന്താണ്? മൾട്ടിപ്ലൈ, പിന്നെ മൾട്ടിപ്ലിക്കൻറ്റ് ഇൻ BR, മൾട്ടിപ്ലയർ ഇൻ QR. ഇത് മാറിപ്പോവില്ല എവിടെയൊക്കെയാണെന്ന്. മൾട്ടിപ്ലയർ എവിടെയാണ്? QRലും മൾട്ടിപ്ലിക്കൻറ്റ് BRലും. പിന്നെ കണ്ടീഷൻസ് അറിയാലോ. 1 0 ആണെങ്കിൽ സബ്ട്രാക്ഷൻ, 0 1 ആണെങ്കിൽ അഡീഷൻ. അത് കണ്ടറിഞ്ഞ് നോക്കി ചെയ്യണം. അതേപോലെ എന്ത് ചെയ്യുക? അരിത്തമെറ്റിക് ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേറ്ററും വരും. അതേപോലെ സീക്വൻസ് കൗണ്ടർ ഓരോ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോഴും 1 വച്ച് ഡിക്രിമെന്റ് ചെയ്യും. അത് ഇത്രയും ഫ്ലോ ചാർട്ടിലുള്ള കണ്ടന്റ് ഇല്ലേ, ഇതിനെ വേർഡിങ്സിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ അൽഗോരിതം ഇത്രയേ ഉള്ളൂ. മൾട്ടിപ്ലിക്കൻറ്റ് ഇൻ BR ആൻഡ് മൾട്ടിപ്ലയർ ഇൻ QR. AC initialized to Q and QN+1 also initialized to 0 and SC initialized to N. SC എന്താണ്? സീക്വൻസ് കൗണ്ടർ.
ആൻഡ് കമ്പയർ ദ കണ്ടീഷൻസ് ആണ് 0 1 വന്ന അഡീഷൻ, 1 0 വന്ന സബ്ട്രാക്ഷൻ, 0 0 വന്ന നോ ഓപ്പറേഷൻ, 1 1 വന്നാലും നോ ഓപ്പറേഷൻ. 0 0 1 1 വന്ന നോ ഓപ്പറേഷൻ, അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യത്തില്ല. അതേപോലെ ASH അരിത്തമെറ്റിക് ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേഷൻ നടക്കും. SC എന്താവും, സീക്വൻസ് കൗണ്ടർ 1 വെച്ച് ഡിക്രിമെന്റ് ആവും. ഇത്രയും സിമ്പിൾ സ്റ്റെപ്സ് ആണ്. ഈ സ്റ്റെപ്സ് പഠിച്ചാൽ നമുക്ക് ബൂത്ത് അൽഗോരിതം വഴി 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇതാണ് എൻ്റെ അൽഗോരിതം ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ ചോദിക്കും, അതുപോലെ തന്നെ അൽഗോരിതം ചോദിക്കും. സോ ഫ്ലോ ചാർട്ടും അൽഗോരിതം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ പറയാം. ഇനി നെക്സ്റ്റ് വീഡിയോ ഇതെങ്ങനെ പെർഫോം ചെയ്യും, അതായത് ബൂത്ത് അൽഗോരിതം ഈ സ്റ്റെപ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ സ്റ്റെപ്സ് ഒക്കെ യൂസ് ചെയ്ത് എങ്ങനെ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും എന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. സോ അതുവരെയും ബൈ. നെക്സ്റ്റ് വീഡിയോ ഉടനെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ ഇത് കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ദെൻ ബൈ.